വെടിവെച്ച് കേട്ട നിമിഷത്തിൽ തന്നെ ആ മനുഷ്യൻ തറയിലേക്ക് വീഴുന്നതും പൊടുന്നനെ ചാടി എണീറ്റ് ഓടുന്നതും കമാൻഡർ രഘുബീർ സിംഗ് കണ്ടു. അയാൾക്ക് വെടിയേറ്റിട്ടില്ല. അജ്ഞാതൻ കാട്ടുപന്നിയെ പോലെ കുതിച്ചു ചാടുകയാണ്. വീണ്ടും നിറയൊഴിക്കാൻ കഴിയുന്നതിന് മുമ്പ് അയാൾ മഞ്ഞിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. രഘുബീർ സിംഗിന് നിരാശയൊന്നും തോന്നിയില്ല. കാരണം അയാൾക്ക് തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനേ കഴിയില്ല. സാവധാനം അയാൾ കുന്നുകയറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏതാണ്ട് അരമണിക്കൂർ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ കണ്ടു, അപ്പോഴും പുക വമിച്ചുകൊണ്ടിരിക്കുന്ന ബർച്ചുമരങ്ങൾ. തന്റെ ഊഹം ശരിയെന്ന് അയാൾക്ക് ബോധ്യമായി. ശത്രു കൃത്രിമമായി നിർമ്മിച്ച ആവലാഞ്ചായിരുന്നു അത്. അയാൾ ക്യാമ്പിന് നേരെ തിരിച്ചു നടന്നു. മുന്നിലും പിന്നിലുമായാണ് ഡോക്ടർ സുഖ്ദേവ് സിംഗും റാം റൊണാൾഡും ക്യാമ്പിൽ തിരികെ എത്തിയത്. പിന്നെയും ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കമാൻഡർ രഘുബീർ സിംഗും എത്തി. അപ്പോൾ മറ്റുള്ളവരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ഡോക്ടർ സുഖ്ദേവ് സിംഗ്. നമ്മുടെ ആൾക്കാരോ ഈ ലബോറട്ടറിയോ ഒന്നും ഇവിടെ ഇപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല. എന്തുണ്ടായി? നമ്മളെ മനഃപൂർവ്വം ഇല്ലാതാക്കുവാൻ ആരോ കൃത്രിമമായി ആവലാഞ്ച് സൃഷ്ടിച്ചു. അത് ഇവിടെ എത്തുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് കമാൻഡർ രഘുബീർ സിംഗ് മറ്റൊരു ആവലാഞ്ച് ഉണ്ടാക്കി ആദ്യത്തേതിന്റെ ദിശ മാറ്റി ഒഴുക്കി. ശ്വാസം കഴിക്കുവാൻ മറന്ന് മറ്റുള്ളവർ നിന്നു. നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ആരാണ്? നിക്കോളാസ് ചോദിച്ചു. അതിനൊക്കെ ഉത്തരം കമാൻഡർ തന്നുകൊള്ളും. റാം റൊണാൾഡ് അവിടേക്ക് വന്നപ്പോൾ സുഖ്ദേവ് സിംഗ് സംഭാഷണം അവസാനിപ്പിച്ചു. പിന്നീട് രഘുബീർ സിംഗിന്റെ മുറിയിൽ അയാളും സുഖ്ദേവ് സിംഗും മാത്രം. ഡോക്ടർ എങ്ങനെ ഇതെല്ലാം കൃത്യമായി അറിഞ്ഞു? റാം റൊണാൾഡിന്റെ പിന്നാലെ ഞാൻ ഉണ്ടായിരുന്നു. അയാൾ കൃത്രിമ അവലാഞ്ച് സൃഷ്ടിക്കുമ്പോൾ നിസ്സഹായതയോടെ ഞാൻ നോക്കി നിന്നു. കാരണം ധൃതി പിടിച്ച് അയാളുടെ പിന്നാലെ പോയതിനാൽ എന്റെ റിവോൾവർ പോലും എടുക്കുവാൻ ഞാൻ മറന്നുപോയി. പിന്നീട് ആവലാഞ്ചിന് പിന്നാലെ ഞാൻ താഴേക്ക് വന്നപ്പോഴാണ് താങ്കൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടത്. പിന്നെ എന്താ എന്നെ വിളിക്കാതിരുന്നത്? അപ്പോഴേക്കും താങ്കൾ ഇടതുഭാഗത്തെ ചെരിഞ്ഞ പ്രദേശത്തേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. ഞാൻ മറുകരയിലായിരുന്നു. അല്പം കൂടി മുന്നോട്ട് വന്നാൽ ആവലാഞ്ചിൽ അകപ്പെടില്ലെന്ന് എങ്ങനെ അറിയും? രഘുബീർ സിംഗ് തലയിളക്കി. രാത്രി 7:30. കമാൻഡർ രഘുബീർ സിംഗ് ചീഫ് ബർണാർഡുമായി വയർലെസ് വഴി ബന്ധം പുലർത്തി. ഇത്രയും ദിവസത്തെ തന്റെ അന്വേഷണത്തിനെ പറ്റിയും കുറ്റവാളിയെക്കുറിച്ചുള്ള വിവരങ്ങളുമൊക്കെ വ്യക്തമാക്കി. ആക്ഷൻ ഉണ്ടാകും മുമ്പ് ഒരു തവണ കൂടി കാര്യങ്ങൾ ആദ്യം മുതൽ ചെക്ക് ചെയ്യണമെന്നും യാതൊരു കാരണവശാലും കുറ്റവാളി രക്ഷപ്പെടരുതെന്നും പറഞ്ഞിട്ട് ചീഫ് വിജയാശംസകൾ നേർന്നു. വയർലെസ് ഓഫ് ചെയ്തിട്ട് അയാൾ കിടക്കയിലേക്ക് ചാഞ്ഞു. ഒരു സിഗരറ്റ് കത്തിച്ചു. ഇത്രയും ദിവസത്തെ കാര്യങ്ങൾ വിലയിരുത്തി. അറിയാതെ ആ ചുണ്ടുകളിൽ ഒരു ചിരിയുണ്ടായി. കുറ്റവാളിയെ വിലങ്ങ് വെക്കുന്ന ആ നിമിഷം. ആ നിമിഷത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഇന്ന് വരെ ആർക്കും ലഭിക്കാതിരുന്ന ഒരു പ്രത്യേകത. അയാൾ അങ്ങനെ കിടക്കുമ്പോൾ എവിടെയോ ഒരു ഇരമ്പൽ ശബ്ദം കേട്ടു തുടങ്ങി. കമാൻഡർ കാതോർത്തു. ആ ശബ്ദം അടുത്തു വരികയാണ്. അയാൾ എണീറ്റു. ക്യാബിന് പുറത്ത് ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു. അയാൾ അവിടേക്ക് ചെന്നു. ഒരു ഹെലികോപ്റ്റർ ക്യാമ്പിന് വടക്കു ഭാഗത്തു കൂടി കിഴക്കോട്ട് പോയി. അതിൽ നിന്നും സെർച്ച് ലൈറ്റുകളുടെ വെളിച്ചം നാലുപാടും ചിതർന്നുണ്ടായിരുന്നു. റാം റൊണാൾഡ് പിന്നോട്ട് മാറി. അതാരും കണ്ടില്ല. കമാൻഡർ രഘുബീർ സിംഗ് തന്റെ റൂമിൽ കയറി അത്യന്താധുനികമായ ആ തോക്ക് എടുത്തുകൊണ്ടുവന്നു. ഒരുപക്ഷെ ഈ ക്യാമ്പ് തകർക്കുവാനായിരിക്കും ശത്രുക്കളുടെ നീക്കം. അങ്ങനെ വന്നാൽ അത് അനുവദിച്ചുകൂടാ. ഇന്നോടെ ആ ഹെലികോപ്റ്റർ തകർക്കണം. അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഡോക്ടർ സുഖ്ദേവ് സിംഗ് ചുറ്റും നോക്കി. റാം റൊണാൾഡിനെ കണ്ടില്ല. അദ്ദേഹം പിന്നോട്ട് നീങ്ങി. തന്റെ മുറിയുടെ വാതിൽക്കലെത്തിയ സുഖ്ദേവ് സിംഗ് പെട്ടെന്ന് ഞെട്ടി. അകത്തെ പെട്ടി മലർക്കെ തുറന്നു കിടക്കുന്നു. അതിനുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ചിതറിക്കിടക്കുന്നു. അദ്ദേഹത്തിന്റെ തലച്ചോറിൽ 1000 തേളുകൾ ഒന്നിച്ചു കുത്തി. ഭ്രാന്തമായ ഒരു ആവേശത്തോടെ അയാൾ അകത്തേക്ക് പാഞ്ഞുപോയി. ഹൃദയത്തിൽ നടുക്കം. തനിക്ക് അത്യാവശ്യമുള്ള പല രേഖകളും നഷ്ടമായിരിക്കുന്നു. അവയിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ, അതേക്കുറിച്ച് ചിന്തിക്കുവാൻ കൂടി കഴിയുമായിരുന്നില്ല സുഖ്ദേവ് സിംഗിന്. അയാൾ പുറത്തേക്ക് ഓടി വന്നപ്പോൾ റാം റൊണാൾഡ് ഒന്നും അറിയാത്തവനെ പോലെ അവിടെ നിൽക്കുന്നു. ഡോക്ടർ സുഖ്ദേവ് സിംഗിന്റെ കൈ കീശയിൽ കിടന്ന റിവോൾവറിലേക്ക് നീണ്ടു. പക്ഷേ പെട്ടെന്ന് നിയന്ത്രിച്ചു. താൻ വെടിവെച്ച് കൊന്നാൽ പിന്നീട് അയാളിൽ നിന്നും ആ രേഖകൾ തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? മാത്രമല്ല ഇവിടെ വെച്ച് ഇപ്പോൾ ഒരു സീൻ ഉണ്ടാക്കുവാനും സുഖ്ദേവ് സിംഗ് മടിച്ചു. അങ്ങനെ വന്നാൽ ആ രേഖകൾ അയാൾ നഷ്ടപ്പെടുത്തിയെന്നിരിക്കും. സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അയാൾ അങ്ങനെ നിന്നു. ആ തലച്ചോറിൽ ചിലന്തികൾ വലകെട്ടുകയാണ്. ഒറ്റയ്ക്ക് റാം റൊണാൾഡിന്റെ കയ്യിൽ കിട്ടിയേ മതിയാവൂ. കളിച്ച് കളിച്ച് അവൻ വലിയ വലിയ കളികൾ തുടങ്ങിയിരിക്കുന്നു. ഹെലികോപ്റ്ററിന്റെ യന്ത്രം പ്രവർത്തിപ്പിക്കുന്ന ശബ്ദം വീണ്ടും കേട്ടു. ഇത്തവണ അത് ക്യാമ്പിന്റെ നേരെയാണെന്ന് തോന്നി.
എല്ലാവരും അകത്തു കയറിക്കൊള്ളിൻ, രഘുബീർ സിംഗ് നിർദ്ദേശിച്ചു. അവർ അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് വെടിയുണ്ടകൾ ഉതിർക്കില്ലെന്ന് എങ്ങനെ ചിന്തിക്കും? അവർ അകത്തു കയറി ചെറിയ പഴുതുകളിലൂടെ പുറത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഹെലികോപ്റ്ററിലെ സെർച്ച് ലൈറ്റുകളുടെ വെളിച്ചം അവിടേക്ക് പാളി വീണു. ഇരമ്പലിന് ശക്തിയേറി. കാതിൽ തുളഞ്ഞിറങ്ങുന്ന ശബ്ദം. ആ കൂറ്റൻ യന്ത്രം താഴ്ന്നു വരികയാണ്. ആകാശത്തിൽ അതിന്റെ പ്രൊപ്പല്ലറുകളുടെ ചലനം വ്യക്തമായി കാണാം. ക്യാമ്പിന് മുകളിൽ 1000 സൂര്യന്മാരുടെ പ്രഭ പടർന്നു. ഹെലികോപ്റ്ററിന്റെ വേഗത കുറഞ്ഞു. അവർ അതിലിരുന്നു കൊണ്ട് വീക്ഷിക്കുകയാണെന്ന് ഉറപ്പായി. ശക്തിയായ കാറ്റിൽ അവരുടെ ക്യാമ്പിന്റെ തകരപ്പാളികൾ ചലിച്ചു. കമാൻഡർ രഘുബീർ സിംഗും ഒരിടത്ത് മറഞ്ഞു നിൽക്കുകയായിരുന്നു. ഹെലികോപ്റ്റർ പടിഞ്ഞാട്ട് നീങ്ങി. വീണ്ടും കറങ്ങി തിരിഞ്ഞു വന്നു. രഘുബീർ സിംഗ് റിവോൾവർ ചൂണ്ടി ട്രിഗർ അമർന്നു. ഒരു നേർരേഖയിൽ എന്ന പോലെ ചുവന്ന രശ്മികൾ ഹെലികോപ്റ്ററിൽ പതിഞ്ഞു. അതിനുള്ളിൽ ഇരുന്നവർക്ക് അപകടം ഉറപ്പായി. 1-2 വെടികൾ പൊട്ടി. രഘുബീർ സിംഗ് തെന്നിമാറി. ഹെലികോപ്റ്ററിൽ തീ ആളി പടരുകയായിരുന്നു. അവർ അതിന് വേഗത വർദ്ധിപ്പിച്ചു. ദിശ തെറ്റി ഒരു വശം ചരിഞ്ഞു പറക്കാൻ തുടങ്ങിയത് അതിന്റെ നിയന്ത്രണം വിട്ടിരുന്നു. നിമിഷങ്ങൾ. കാതടുപ്പിക്കുന്ന ഒരു സ്ഫോടനം. 100,000 കഷ്ണങ്ങളായി ഹെലികോപ്റ്റർ പൊട്ടി തകർന്നു. തീ പിടിച്ച അതിന്റെ ഭാഗങ്ങൾ മഞ്ഞുപാളികൾക്ക് മുകളിൽ ചിതറി വീണു. പ്രൊപ്പല്ലർ തെറിച്ചു ചെന്ന് ഏതോ വൃക്ഷത്തിൽ ഉടക്കിക്കിടന്നു. ക്രൂസോ ദ്വീപിൽ ഏതോ ജന്തുക്കളുടെ ഭീതി പൂണ്ട നിലവിളികൾ ഉയർന്നു. രഘുബീർ സിംഗ് ടോർച്ച് തെളിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ തകർന്നു വീണ ഭാഗത്തേക്ക് ഓടി. മഞ്ഞിൽ നിന്നും പുക ഉയരുന്നുണ്ടായിരുന്നു. ഹെലികോപ്റ്ററിലെ ബ്ലാക്ക് ബോക്സ് അവിടെ കിടക്കുന്നത് അയാൾ കണ്ടു. രഘുബീർ സിംഗ് എന്തോ തേടി മുന്നോട്ട് കുതിച്ചു. ക്യാമ്പിൽ നിന്നും അംഗങ്ങൾ പുറത്തു ചാടി. അവരും മുന്നോട്ട് കുതിച്ചു. ഇരുളിൽ എവിടെ നിന്നോ ഒരു വെടി മുഴങ്ങി. നിലവിളിയോടെ കമാൻഡർ രഘുബീർ സിംഗ് മഞ്ഞുപാളികൾക്ക് മുകളിൽ കമിഴ്ന്നു വീണു. കമാൻഡർ രഘുബീർ സിംഗ് മഞ്ഞുപാളികൾക്ക് മുകളിൽ നിന്നും എണീക്കുവാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. അയാളുടെ വലതുകാലിന്റെ തുടയിലാണ് വെടിയുണ്ട തുളഞ്ഞു കയറിയിരിക്കുന്നത്. അയാളുടെ അരികിൽ ആദ്യം ഓടിയെത്തിയത് ഡോക്ടർ സുഖ്ദേവ് സിംഗ് ആണ്. എന്തുപറ്റി രഘുബീർ? ആരോ എന്നെ വെടിവെച്ചു. ആ വേദന കടിച്ചമർത്തി സുഖ്ദേവ് സിംഗിന് നേരെ കൈ ഉയർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു. മൈ ഗോഡ്! അദ്ദേഹം ആ കൈയിൽ പിടിച്ച അയാളെ ഉയർത്തി. വലതുകാലിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുകയാണെന്ന് ടോർച്ചിന്റെ വെളിച്ചത്തിൽ സുഖ്ദേവ് സിംഗ് കണ്ടു. വരൂ, ക്യാമ്പിലേക്ക് പോകാം. അദ്ദേഹം ഒരു കൈകൊണ്ട് അയാളുടെ അരയിലും മറുകൈ ഭുജത്തിലും ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും സഹായവുമായി മറ്റുള്ളവരെത്തി. റാം റൊണാൾഡും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സുഖ്ദേവ് സിംഗ് പകയോടെ അയാളെ നോക്കി. അവർ അവിടെ നിന്നും എടുത്തുകൊണ്ടാണ് രഘുബീർ സിംഗിനെ ക്യാമ്പിൽ എത്തിച്ചത്. തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അയാൾ പറഞ്ഞെങ്കിലും അവർ ചെവിക്കൊണ്ടില്ല. ബുള്ളറ്റ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം. റാം റൊണാൾഡ് ജോലിക്കാരെ നോക്കി. വേഗം കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരൂ. അനന്തരം അയാൾ തന്നെ മുറിയിൽ പോയി കുറച്ച് പഞ്ഞിയും 2-3 തരം കത്തികളും ഒക്കെ കൊണ്ടുവന്നു. സുഖ്ദേവ് സിംഗിനും മറ്റും ആശങ്കയായിരുന്നു. എങ്ങനെ ഇയാളെ വിശ്വസിക്കും? കൊടിയ വിഷം അടങ്ങിയ കത്തി കൊണ്ടല്ല ഇയാൾ ഓപ്പറേഷൻ നടത്താൻ പോകുന്നതെന്ന് എങ്ങനെ അറിയും? തിളച്ച വെള്ളം കൊണ്ടുവന്നു. അയാൾ ഓപ്പറേഷന് തയ്യാറായി. മറ്റുള്ളവർ ജാഗ്രതയോടെ നിന്നു. കമാൻഡർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീട് റാം റൊണാൾഡിനെ വിടുന്ന പ്രശ്നമേ ഇല്ല. കത്തികൾ അയാൾ ചൂടുവെള്ളത്തിലിട്ടു. സ്പിരിറ്റ് മുക്കിയ പഞ്ഞി കയ്യിലെടുത്ത് പാന്റിന്റെ ദ്വാരം വീണ ഭാഗം മെല്ലെ അറുത്തുമാറ്റി. പിന്നെ പഞ്ഞി അമർത്തി. ബ്ലഡ് നിൽക്കുന്നില്ല. മുറിവിലേക്ക് മരുന്ന് സ്പ്രേ ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ രക്തസ്രാവം നിലച്ചു. അപ്പോൾ മറ്റുള്ളവർ കണ്ടു. തുടയിൽ ഒരു ദ്വാരം. ഗ്ലാഡിസ് കണ്ണുകൾ ഇറുക്കിയടച്ചു. വളരെ അനായാസം റാം റൊണാൾഡ് കൂടിൽ കൊണ്ട് ബുള്ളറ്റ് വലിച്ചെടുക്കുമ്പോൾ ഡോക്ടർ സുഖ്ദേവ് സിംഗ് റാം റൊണാൾഡിന്റെ മുറി അരിച്ചു പെറുക്കുകയായിരുന്നു. തന്റെ കസ്റ്റഡിയിൽ നിന്നും ഇയാൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന രേഖകൾ കണ്ടെടുക്കണം. പക്ഷേ ആ മുറിയുടെ ഓരോ ഇഞ്ച് സ്ഥലവും അരിച്ചു പെറുക്കിയെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ബുള്ളറ്റ് നീക്കം ചെയ്ത ശേഷം റാം റൊണാൾഡ് മുറിവ് സ്റ്റിച്ച് ചെയ്തു. രഘുബീർ സിംഗിന് ഒരു ഇഞ്ചക്ഷൻ നൽകി. ക്രമേണ അയാൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. അടുത്ത പ്രഭാതം. അരികു പരന്ന തൊപ്പിയും കയറുകളും അണിഞ്ഞ് ഡോക്ടർ റാം റൊണാൾഡ് തലേന്ന് രാത്രി ഹെലികോപ്റ്റർ തകർന്നു വീണ ഭാഗത്ത് തിരച്ചിൽ തുടങ്ങി. പകുതി മഞ്ഞിലും ബാക്കി പുറത്തുമായി ചിതറിക്കിടക്കുന്ന 2 ശവശരീരങ്ങൾ. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. അവരുടെ മുഖങ്ങളുടെ 3/4 ഭാഗവും ചിതറിപ്പോയിരുന്നു. അനാഥമായ ഒരു കണ്ണ് മഞ്ഞിൽ കിടക്കുന്നു. ഒരു കാര്യം ഉറപ്പായി, ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ഇന്ത്യക്കാരല്ല, വിദേശികളാണ്. വിദേശ നിർമ്മിതമായ ചില തോക്കുകൾ യാതൊരു കേടും കൂടാതെ മഞ്ഞിൽ നിന്നും കിട്ടി. അതൊക്കെ അയാൾ എടുത്തു. എന്തിനാ ഇതൊക്കെ? അയാളുടെ പിന്നാലെ വന്ന പ്രൊഫസർ മാർട്ടിൻ പെരേര തിരക്കി. ഇരിക്കട്ടെ. റാം റൊണാൾഡ് ചിരിച്ചു. എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ? അയാൾ യന്ത്രത്തോക്ക് തിരിച്ചു മറിച്ചു നോക്കി.
കൊള്ളാം. വളരെ ബുദ്ധിമുട്ടിയാണ് കമാൻഡർ രഘുബീർ സിംഗ് നടന്നത്. വലതുകാലിലെ അസ്ഥികൾക്ക് നുറുങ്ങുന്ന വേദനയായിരുന്നു. എങ്കിലും സഹിച്ചു. കാരണം താൻ ഇവിടെ കിടക്കയിലായി പോയാൽ ഇനിയും കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. എന്നിട്ടും അടുത്ത രാത്രിയിൽ അത് സംഭവിച്ചു. രാത്രിയിൽ അത്യാവശ്യ കാര്യം നിർവഹിക്കുവാൻ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു മരിയ ചൗധരി. തിരികെ മുറിയിൽ പ്രവേശിക്കും മുമ്പ് വെളുത്ത ഗ്ലൗസ് അണിഞ്ഞ രണ്ടു കൈകൾ അവളെ പിന്നിൽ നിന്ന് പിടിച്ചു. നിലവിളിക്കാൻ കഴിയും മുമ്പേ ക്ലോറോഫോം പുരട്ടിയ കൈലേസ് മുഖത്തമർന്നു. ക്യാമ്പിൽ ആരും ഉറങ്ങിയിരുന്നില്ല. ഏറെ നേരം കഴിഞ്ഞിട്ടും മരിയ തിരിച്ചു വരാഞ്ഞതിൽ സംശയാലുവായ നിക്കോളാസ് അവളുടെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ മുറ്റത്ത് ഒരു പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുകയായിരുന്നു റാം റൊണാൾഡ്. എന്തു പറ്റി ഡോക്ടർ എന്ന് ചോദിച്ചുകൊണ്ട് റാം തിരിഞ്ഞു. മരിയയെ കാണുന്നില്ല. വാട്ട്? അയാൾ ചാടി എണീറ്റു. ഈ രാത്രിയിൽ എവിടെ പോയി? പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു, തിരികെ വന്നില്ല. അയാളും നിക്കോളാസിന്റെ ഒപ്പം ചേർന്ന് ക്യാമ്പിന് ചുറ്റുപാടും ലബോറട്ടറിയിലെ പണിതീരാത്ത ഭാഗങ്ങളിലും എല്ലാം തിരഞ്ഞു. കണ്ടില്ല. മരിയ ചൗധരിയെ കാണാനില്ല. ക്യാമ്പിലുള്ള എല്ലാവരും വാർത്ത അറിഞ്ഞു. ഡോക്ടർ സുഖ്ദേവ് സിംഗ് നേരത്തെ കിടന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹവും പുറത്തു വന്ന കാര്യം തിരക്കി. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. അതിരിക്കട്ടെ, നമ്മുടെ ആൾക്കാരിൽ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്. എങ്കിൽ ഡോക്ടർ അർദ്ധോക്തിയിൽ നിർത്തി. പറയൂ ഡോക്ടർ. അവനാണ് ഇതിനു പിന്നിൽ. ആര്? ആ ഹിമക്കരടി. ഹൃദയത്തിൽ ഒരു ബോംബ് വീണതുപോലെ അവർ നടുങ്ങിപ്പോയി. ഭയം തേരട്ടയെ പോലെ അവരുടെ മനസ്സിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് കയറുവാൻ തുടങ്ങി. ഹിമക്കരയുടെ കയ്യിലാണ് മരിയ ചൗധരിയെ കിട്ടിയതെങ്കിൽ ഇനി ചിന്തിക്കാതിരിക്കുകയാണ് ഉത്തമമെന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ലായിരുന്നു. ഈ വാർത്ത അറിഞ്ഞിട്ട് കമാൻഡർ രഘുബീർ സിംഗ് മാത്രം ഒന്നും പറഞ്ഞില്ല. മരിയ ചൗധരിയെ ഹിമക്കരടി അല്ല പിടിച്ചതെന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമില്ലായിരുന്നു. കാരണം അങ്ങനെയെങ്കിൽ അവളുടെ നിലവിളി ആരെങ്കിലും കേട്ടേനെ. അതുണ്ടായില്ല. അതിനർത്ഥം അവൾ ശബ്ദിക്കാതിരിക്കാൻ ശത്രു മുൻകരുതൽ എടുത്തിരുന്നു എന്നതാണ്. ഇങ്ങനെ ഇരുന്നാ മതിയോ? തിരയണ്ടേ? ഡോക്ടർ സുഖ്ദേവ് സിംഗ് എല്ലാവരെയും നോക്കി. ഹിമക്കരടി പിടിച്ച ആളിനെ തെരഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, റാം റൊണാൾഡ് അലക്ഷ്യമായി പറഞ്ഞു. തിരയണം സുഖ്ദേവ് സാബ്, ഞാനും വരാം. അവളുടെ മൃതദേഹമാണെങ്കിലും കണ്ടെടുക്കണം. നിക്കോളാസ് മുന്നോട്ട് വന്നു. ഓക്കെ, സുഖ്ദേവ് സിംഗ് സമ്മതിച്ചു. ഞങ്ങളും വരുന്നു. കുറെ തൊഴിലാളികളും സന്നദ്ധ പ്രകടിപ്പിച്ചു. നേരത്തെയും പലരെയും കാണാതെ നമ്മൾ രാത്രി പുലരുവോളം ഉറക്കം വിളിച്ചത് മിച്ചം. ഒരാളെപ്പോലും കണ്ടെത്താൻ കഴിഞ്ഞു. റാം റൊണാൾഡ് ഉച്ചഭാവത്തിൽ സംസാരിച്ചു. ഇത്തവണയും ഞാൻ ഉറപ്പു തരാം, നിങ്ങൾക്ക് മരിയയെ കണ്ടെത്താൻ പോലും കഴിയില്ല. ആരും അതിന് മറുപടി പറഞ്ഞില്ല. പകരം പല്ല് കടിച്ചിറുമി. ആ സംഘം ഹെഡ്ലൈറ്റുകളും ടോർച്ചും റിവോൾവറും ഒക്കെ കരുതിക്കൊണ്ട് അന്വേഷണത്തിനിറങ്ങി. നമ്മൾ ഒന്നിച്ചിങ്ങനെ പോകുന്നതിൽ അർത്ഥമില്ല. 2-3 സംഘമായി തിരയാം. സുഖ്ദേവ് സിംഗിന്റെ അഭിപ്രായത്തോട് മറ്റുള്ളവർക്കും യോജിപ്പായിരുന്നു. സുഖ്ദേവ് സിംഗിന്റെ കൂടെ 4 തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയം യന്ത്രത്തോക്കും തോളിൽ തൂക്കി ഡോക്ടർ റാം റൊണാൾഡും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു പാറയുടെ മറവിൽ നിന്നിരുന്ന ബർച്ച് മരത്തിൽ ചാരി അബോധാവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു മരിയ ചൗധരി. ഇരുട്ടിലൂടെ നടന്ന ഒരു മനുഷ്യൻ അവളുടെ മുന്നിലെത്തി. ആ പ്രദേശത്തെങ്ങും വെളിച്ചത്തിന്റെ ഒരു കണിക പോലും തെളിയുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾ യാതൊരു ധൃതിയും കൂടാതെ അവളെ എടുത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ എന്നവണ്ണം തോളിൽ കിടത്തി. പിന്നെ ചുറ്റുപാടും ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങി. ഒരു കാറ്റ് വീശി. വൃക്ഷശിഖരങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്ന മഞ്ഞിൻ കണങ്ങൾ മഴ പോലെ പെയ്യുവാൻ തുടങ്ങി. ഈ അവസരത്തിൽ ഡോക്ടർ സുഖ്ദേവ് സിംഗിനെ തേടുകയായിരുന്നു തൊഴിലാളികൾ. അവർ ഒന്നിച്ചു മുന്നോട്ട് നീങ്ങവെയാണ് ഡോക്ടർ സുഖ്ദേവ് സിംഗ് പെട്ടെന്ന് നിന്നത്. അവിടെ ഒരു നിഴൽ അനങ്ങി. അദ്ദേഹം ഇടതുഭാഗത്തേക്ക് കൈ ചൂണ്ടി. അവർ നോക്കി, പക്ഷെ ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. ഞാൻ ഇപ്പൊ വരാം. അദ്ദേഹം ഓടിക്കഴിഞ്ഞു. തൊഴിലാളികൾ കാത്തുനിന്നു. സുഖ്ദേവ് സിംഗിന്റെ നിലവിളി. തൊഴിലാളികൾ അവിടേക്ക് ഓടിച്ചെന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പൊടി പോലും കാണാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തെ ഇനി എവിടെ പോയി തിരയും എന്നറിയാതെ തൊഴിലാളികൾ കുഴങ്ങി. ഗുഹയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന പകുതി എരിഞ്ഞ മെഴുകുതിരിക്ക് ലൈറ്റിന്റെ നാളത്തിൽ ജീവൻ നൽകപ്പെട്ടു. ആദ്യം ഒന്ന് മങ്ങിയ ശേഷം അത് നന്നായി എരിയുവാൻ തുടങ്ങി. ഗുഹയിൽ വെളിച്ചം പരന്നു. വെളുത്ത ഗ്ലൗസ് അണിഞ്ഞ ആ മനുഷ്യൻ മരിയ ചൗധരിയെ നോക്കി വന്യഭാവത്തിൽ ചിരിച്ചു. അവൾ യാതൊന്നും അറിയാതെ മലർന്നു കിടക്കുകയാണ്. തന്റെ മുന്നിൽ പലതവണ വെട്ടിത്തിരിഞ്ഞു പോയിട്ടുള്ളതാണ് ഇവൾ. ഒരിക്കൽ തന്റെ നേരെ കൈ ഉയർത്താൻ വരെ ഇവൾ തയ്യാറായി. ബ്ലഡി ഡോട്ടർ ഓഫ് ബിച്ച്!
അയാൾ പല്ല് കടിച്ചു. പിന്നെ ഒരു ചുരുട്ട് കത്തിച്ചുകൊണ്ട് അവളുടെ അരികിൽ കുത്തിയിരുന്നു. വളരെ സാവധാനത്തിൽ അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുവാൻ തുടങ്ങി. ഒരു ചിത്രശലഭത്തിന്റെ ചിറകുകൾ പറിച്ചു കളയുന്ന കുട്ടിയുടെ കൗതുകമായിരുന്നു അയാൾക്കപ്പോൾ. അയാൾ നാവ് നീട്ടി ചൊടി നനച്ചു. പിന്നെ വലതുകൈയുടെ ചൂണ്ടുവിരൽ പൊക്കിൾ ചുഴിയിൽ കടത്തി മെല്ലെ വട്ടം കറക്കി. മയക്കത്തിൽ മരിയ പുളഞ്ഞു. അവളുടെ രോമങ്ങൾ എഴുന്നു നിന്നു. അയാൾക്ക് ഉത്സാഹമായി. ചുരുട്ട് ആഞ്ഞു വലിച്ചു. അതിന്റെ അഗ്രത്തിലെ തീക്കനൽ ജ്വലിച്ചു. പൊടുന്നനെ ചുരുട്ട് വായിൽ നിന്നെടുത്ത് അവളുടെ അടിവയറ്റിൽ കുത്തി അമർത്തി. അത്യുഗ്രമായ ഒരലർച്ചയോടെ അവൾ കണ്ണു തുറന്നു. മുന്നിൽ കുത്തിയിരിക്കുന്ന ഒരു രൂപത്തെ കണ്ടു. മുഖം മൂടി. അതിനുള്ളിൽ തിളങ്ങുന്ന കണ്ണുകൾ. താൻ അപകടത്തിലാണെന്ന് ഞൊടിയിടയിൽ അവൾ തിരിച്ചറിഞ്ഞു. ഈ മുഖം മൂടി ആർ? പൊടുന്നനെ റാം റൊണാൾഡ് ആണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് അവൾ ഊഹിച്ചു. ഡോക്ടർ സുഖ്ദേവ് സാബ് തനിക്ക് മുന്നറിയിപ്പ് തരുന്നിരുന്നതാണ്. എങ്ങനെയുണ്ട് സുന്ദരി? അയാൾ ചോദിച്ചു. ആ ശബ്ദം, അത് അവൾ തിരിച്ചറിഞ്ഞു. ഡോക്ടർ? യെസ്. പെട്ടെന്ന് അയാളെ തള്ളി മാറ്റി ചാടി എണീറ്റ് അവൾ പുറത്തേക്ക് കുതിച്ചു. അത് അപ്രതീക്ഷിതമായിരുന്നു. മുഖംമൂടി ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഏതാനും സെക്കൻഡുകളോളം അയാൾക്ക് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ല. യാഥാർത്ഥ്യത്തിന്റെ ഭവിഷ്യത്ത് പിടികിട്ടിയപ്പോഴേക്കും മരിയ ചൗധരി ഗുഹയ്ക്ക് പുറത്തെ ഇരുളിലൂടെ ലക്ഷ്യമില്ലാതെ കുതിച്ചു കഴിഞ്ഞിരുന്നു. അയാൾ കുതിച്ചുയർന്നു. മരിയ, സ്റ്റോപ്പ്! ഞാൻ വെടിവെക്കും! അവളുടെ പിന്നാലെ പായുന്നതിനിടയിൽ അയാൾ വിളിച്ചലറി. പക്ഷെ അവൾ യാതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ദിക്കോ ലക്ഷ്യമോ ഇല്ലാത്ത ഓട്ടം. എങ്ങനെയെങ്കിലും ആ ഭയങ്കരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക, അത്ര തന്നെ. എത്ര നേരം അങ്ങനെ പോയി എന്നറിയില്ല. മുന്നിൽ ചില വെളിച്ചങ്ങൾ കണ്ടു. അവളെ തിരക്കിറങ്ങിയ സംഘങ്ങളിൽ ഒന്നായിരുന്നു അത്. നിക്കോളാസും അലക്സാണ്ടർ മൈമൂണും അടങ്ങിയ സംഘം. രക്ഷിക്കണേ! അവൾ വിളിച്ചലറി. ആ ശബ്ദം അവർ കേട്ടു. മരിയല്ലേ അത്? നിക്കോളാസ് അവിടേക്ക് ഓടി വന്നു. പിന്നാലെ മറ്റുള്ളവരും. രക്തം ഒലിച്ചു നിൽക്കുന്ന മരിയെ കണ്ട് അവർ ഞെട്ടി. എന്തു പറ്റി മരിയ? നിക്കോളാസ് കൈകൾ നീട്ടി മുന്നോട്ടാഞ്ഞു. അയാൾ ആര്? ഡോക്ടർ! പൂരിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. തുടരെ 3 വെടികൾ പൊട്ടി. ഒന്ന് ശിരസിലും 2 പുറത്തും തുളഞ്ഞിറങ്ങിയ മരിയ ഒരലർച്ചയോടെ നിക്കോളാസിന്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു. വെടിവിടവനെ! നിക്കോളാസ് ഗർജിച്ചു. എല്ലാവരും വെടിയുണ്ട ചീറി വന്ന ഭാഗത്തേക്ക് കുതിച്ചു. പക്ഷേ അയാളുടെ പൊടി പോലും കാണാനില്ലായിരുന്നു. മരിയ! അവളെ തറയിൽ കിടത്തിയിട്ട് എല്ലാം തകർന്ന ശബ്ദത്തിൽ നിക്കോളാസ് വിളിച്ചു. പക്ഷേ അവളുടെ ജീവൻ എപ്പോഴേ ഇവിടം വിട്ടു പോയിരുന്നു. നിക്കോളാസിന്റെ കണ്ണുകളിൽ കോപം കത്തിക്കാളി. അവൾ പറഞ്ഞത് മനസ്സിൽ ഇടിമുഴക്കം സൃഷ്ടിക്കുകയായിരുന്നു. ഡോക്ടർ! എല്ലാവരും പറഞ്ഞപ്പോഴും താൻ അത് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പോൾ ഡോക്ടർ റാം റൊണാൾഡ്, വൂൾഫ് റാം റൊണാൾഡ് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. സഹജീവികളുടെ മാംസം കടിച്ചു കീറി തിന്നുവാൻ യാതൊരു മടിയും ഇല്ലാത്ത ചെന്നായി. ഇനി അവന്റെ അന്ത്യം തന്റെ കൈകൾ കൊണ്ടായിരിക്കും. അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു. വളരെ പരിശീലനായാണ് റാം റൊണാൾഡ് ക്യാമ്പിൽ തിരികെ എത്തിയത്. അവിടെ ലൈറ്റുകൾ തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. പുറത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അയാൾ തന്റെ മുറിയിൽ കയറി കിടക്കയിൽ വീണു. അരമണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മരിയ ചൗധരിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് നിക്കോളാസും അലക്സാണ്ടർ മൈമോണും മറ്റും എത്തി. ആ മുറ്റത്ത് കിടത്തിയിട്ട് നിക്കോളാസ് ഇടിവെട്ടും പോലെ ഗർജിച്ചു. റാം റൊണാൾഡ്! ആ ശബ്ദം കേട്ടാണ് ക്യാമ്പിൽ ഉറങ്ങിക്കിടന്നവർ ഉണർന്നത്. റാം റൊണാൾഡും കണ്ണു തുറന്നു. അപ്പോൾ കേട്ടു. തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വാട ചെകുത്താനെ! നിനക്ക് തിന്നുവാൻ ഞങ്ങളുടെ മരിയയുടെ മൃതദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. നീ തിന്നണം, ഞങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച്. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കും. റാം റൊണാൾഡ് എണീറ്റു. കമാൻഡർ രഘുബീർ സിംഗും പുറത്തേക്ക് വന്നു. എന്താണിത്? കണ്ടുകൂടെ നിങ്ങൾക്ക്? നിക്കോളാസിന് കോപം വർദ്ധിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാ? ഞങ്ങളെ രക്ഷിക്കാനോ അതോ ഞങ്ങൾ ഓരോരുത്തരായി മരിക്കുന്നതിന്റെ കണക്കെടുക്കാനോ? നിക്കോളാസ്! രഘുബീർ സിംഗിന്റെ മുഖം വല്ലാതെയായി. എന്താ, ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ? നിങ്ങളും അവന് സൈഡാണ്, അല്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുകയില്ലായിരുന്നോ? ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? റാം റൊണാൾഡിന്റെ തന്നെ. അയാളാണ് ഇവളെ വധിച്ചതെന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. നിങ്ങൾ കണ്ടോ? കണ്ടില്ല. പക്ഷേ ഇവളെ കൊല്ലാൻ ഓടിക്കുകയായിരുന്നു അവൻ. ഇവൾ അത് പറഞ്ഞപ്പോഴേക്കും പിന്നിലെ ഇരുളിൽ നിന്ന് അവൻ വെടിവെച്ച് കളഞ്ഞു. അപ്പോഴും നിങ്ങൾ അവനെ കണ്ടില്ല. കാണാതെ ഒരാളുടെ മേൽ പഴി ചാരരുത്. റാം റൊണാൾഡ് വാതിൽക്കിലേക്ക് വന്നു.
അയാളുടെ കയ്യിൽ ഹെലികോപ്റ്ററിൽ നിന്നും കിട്ടിയ യന്ത്രത്തോക്ക്. ഏവരും ഞെട്ടി. ഞാനാണ് ഇവിടെ കൊന്നതെന്ന് പറയാൻ ധൈര്യമുള്ളവന്മാരുണ്ടെങ്കിൽ പറയണം. അയാൾ തോക്കിന്റെ ബാരൽ ഓരോരുത്തരുടെയും നേരെ തിരിച്ചു. അവർ പതറിപ്പോയി. കൊല്ലാൻ യാതൊരു മടിയുമില്ലാത്ത ഭയങ്കരനാണ് മുന്നിൽ. ഡോക്ടർ റാം റൊണാൾഡിന്റെ കയ്യിലിരുന്ന യന്ത്രത്തോക്കിന്റെ ബാരൽ തങ്ങളുടെ നെഞ്ചിന് നേരെ ചൂണ്ടപ്പെടുമ്പോൾ ഹൃദയസ്പന്ദനം നിലച്ചു പോകുന്ന അനുഭവമായിരുന്നു ഓരോരുത്തർക്കും. ഒരുത്തിന് മറുപടിയില്ലടാ, റാം റൊണാൾഡ് ഗർജിച്ചു. ഞാനാണ് ഇവളെ കൊന്നതെന്ന് ഒരുത്തിനും പറയാൻ വയ്യേ? അയാൾ നിക്കോളാസിന്റെ മുഖത്തേക്ക് നോക്കി. എന്നെ ഏതാണ്ട് ചെയ്തു കളയുമെന്ന് പറഞ്ഞു കേട്ടല്ലോ, എന്താ ചെയ്യുന്നില്ലേ? നിക്കോളാസിന്റെ തല കുനിഞ്ഞു. ഒന്ന് കാറി തുപ്പിയിട്ട് അയാൾ അകത്തേക്ക് പോയി. കമാൻഡർ രഘുബീർ സിംഗ് മെല്ലെ നിക്കോളാസിന്റെ തോളിൽ കൈവച്ചു. അയാൾ കോപത്തോടെ ആ കൈ എടുത്തു മാറ്റിയപ്പോൾ രഘുബീർ സിംഗ് റിവോൾവർ ചൂണ്ടി. തൽക്കാലം എന്നെ അനുസരിക്കുന്നതാണ് നല്ലത്. എന്തു വേണമെന്ന ഭാവത്തിൽ നിക്കോളാസ് നിന്നു. കമോൺ, പറഞ്ഞിട്ട് അയാൾ മുന്നിൽ നടന്നു. നിക്കോളാസ് പിന്തുടർന്നു. ഇരുവരും കുറെ നേരം സംസാരിച്ചു. തിരികെ വരുമ്പോൾ തീർത്തും ശാന്തനായിരുന്നു നിക്കോളാസ്. അതനുസരിച്ച് അയാൾ റാം റൊണാൾഡിന്റെ മുറിയിലെത്തി. റാം, ക്ഷമാപണ സ്വരത്തിൽ വിളിച്ചു. എന്താ, എന്നെ കൊല്ലാതെ തനിക്ക് തൃപ്തിയാകില്ലേ? അയാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നെനിക്ക് മനസ്സിലായി. മാപ്പ് തരൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നെ കുരുക്കാനുള്ള പുതിയ അളവൊന്നും വില പോകില്ലെന്ന് കമാൻഡർ രഘുബീർ സിംഗിനോട് പറഞ്ഞേരെ. വിളറിപ്പോയി നിക്കോളാസ്. തന്ത്രം ഫലിച്ചില്ല. രാത്രിയിൽ തന്നെ മരിയ ചൗധരിയുടെ മൃതദേഹം മറവു ചെയ്തു. ഡോക്ടർ സുഖ്ദേവ് സിംഗും സംഘവും ഇനിയും തിരികെ എത്തിയിട്ടില്ല. അവർ ഇപ്പോഴും മരിയയെ തേടി നടക്കുകയാമെന്ന് നിക്കോളാസ് ഊഹിച്ചു. നേരം പുലർന്നു. ജോലിക്കാർ ഒരാളെ എടുത്തുകൊണ്ടാണ് വന്നത്, ഡോക്ടർ സുഖ്ദേവ് സിംഗിനെ. അദ്ദേഹം മരിച്ചോ? കമാൻഡർ രഘുബീർ സിംഗ് ഉത്കണ്ഠാകുലനായി. പക്ഷേ സുഖ്ദേവ് സിംഗ് മരിച്ചിരുന്നില്ല. എന്തു പറ്റിയതാണ്? അയാൾ ജോലിക്കാരോട് തിരക്കി. അദ്ദേഹത്തെ കിടക്കയിൽ കിടത്തിയിട്ട് അവർ പിന്തിരിഞ്ഞു. അതിനിടെ ഒരാൾ പറഞ്ഞു, രാത്രിയിൽ ഞങ്ങൾ മരിയ ചൗധരിയെ തേടി നടക്കുമ്പോ കുറച്ചകലെ ആരോ നിൽക്കുന്നുവെന്നും പറഞ്ഞ് ഡോക്ടർ ഓടിപ്പോയി. നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ നിലവിളിയും കേട്ടു. ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോ ആളിനെ കണ്ടില്ല. രാത്രി മുഴുവൻ തിരയുകയായിരുന്നു. നേരം പുലരാറായപ്പോഴാണ് സുബോധമില്ലാത്ത നിലയിൽ കാണാൻ കഴിഞ്ഞത്. എന്ത് സംഭവിച്ചുവെന്ന് ഇനി ഇദ്ദേഹത്തിനെ അറിയൂ. എല്ലാവരും സുഖ്ദേവ് സിംഗിന്റെ മുറിയിലെത്തി. റാം റൊണാൾഡ് മാത്രം മുറിയുടെ വാതിൽക്കൽ വരെ എത്തിയിട്ട് തിരിച്ചുപോയി. മാർട്ടിൻ പെരേര ചുളിഞ്ഞ നെറ്റിയോടെ അയാളെ നോക്കി. റാം അത് അവഗണിച്ചു കളഞ്ഞു. അലക്സാണ്ടർ മൈമൂൺ സുഖ്ദേവ് സിംഗിനെ പരിചരിച്ചു. അദ്ദേഹത്തിന് 11 മണിയോടുകൂടിയാണ് സ്വബോധം വീണ്ടു കിട്ടിയത്. തന്റെ ചുറ്റും നിൽക്കുന്നവരെ അത്ഭുതത്തോടും അതിലുപരി അമ്പരപ്പോടും അദ്ദേഹം നോക്കി. ഞാൻ ഞാൻ എവിടെയാണ്? ഭയപ്പെടേണ്ട, നമ്മുടെ ക്യാമ്പിൽ. നിക്കോളാസ് അദ്ദേഹത്തിന്റെ കിടക്കയിലിരുന്നു. ഡോക്ടറിൽ നിന്നും ആശ്വാസത്തിൻ്റെതായ ഒരു നിശ്വാസം ഉയർന്നു. ഞാൻ മരിച്ചില്ലേ? ആ ചോദ്യം കേട്ടപ്പോൾ മറ്റുള്ളവർ ചിരിച്ചുപോയി. പക്ഷേ സുഖ്ദേവ് സിംഗ് ഗൗരവത്തിലായിരുന്നു. മരിച്ചില്ലെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഡോക്ടർ സംഭവിച്ചത്? കമാൻഡർ രഘുബീർ സിംഗ് ഒരു കസേരയിൽ ഇരുന്നിട്ട് തിരക്കി. ഏതാനും നിമിഷങ്ങളോളം അദ്ദേഹം നിശബ്ദനായി കിടന്നു. എല്ലാം ഓർത്തെടുക്കുന്നത് പോലെ. ആ മുഖത്ത് ഭീതി നിഴൽ പരത്തുന്നത് കണ്ടു. ഞങ്ങൾ മരിയയെ തെരഞ്ഞു പോകുമ്പോ കുറച്ചകലെ ഒരു നിഴൽ ചലിച്ചതുപോലെ തോന്നി. ഞാൻ ഒറ്റയ്ക്കാണ് അവിടേക്ക് ഓടിച്ചെന്നത്. അപ്പോൾ ഒരു മരത്തിന് പിന്നിൽ നിന്നും ഒരാൾ കുതിച്ചു ചാടി. അയാളെ കണ്ടതേ ഉള്ളൂ. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയും മുമ്പേ അടിയേറ്റിരുന്നു. ഞാൻ നിലവിളിച്ചു പോയി. തറയിൽ വീള എന്നെ അയാൾ വലിച്ചിഴച്ചു. നിലവിളിക്കാതിരിക്കാൻ റിവോൾവർ വായിലേക്ക് കുത്തി തിരികി. ഇത്രയൊക്കെ ആയിട്ടും ഡോക്ടർക്ക് അയാളെ മനസ്സിലായില്ലേ? അലക്സാണ്ടർ മൈമൂൺ തിരക്കി. ഇല്ല, ഒന്നാമത് ഇരുട്ട്, രണ്ടാമത് അയാൾ മുഖംമൂടി ധരിച്ചിരിക്കുന്നത് പോലെ തോന്നി. ഒന്നു മാത്രം അറിയാം, അയാൾ വെളുത്ത കയറുകൾ ധരിച്ചിരുന്നു. വെളുത്ത കയറ? തന്നെ ആക്രമിച്ച മനുഷ്യനും അത് ഉണ്ടായിരുന്നുവെന്ന് കമാൻഡർ രഘുബീർ സിംഗ് ഓർത്തു. എന്നിട്ട് അല്പം കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ മുന്നിൽ നടത്തി. കുറെ അകലെ എത്തിയപ്പോൾ തോക്കു ചൂണ്ടിക്കൊണ്ട് മർദ്ദിച്ചു. മേലിൽ അയാളെ പിന്തുടരാൻ പാടില്ലെന്ന താക്കീത് തന്നിട്ട് എന്തോ എന്നെ മണപ്പിച്ചു. പിന്നീട് യാതൊന്നും ഓർമ്മയില്ല. രഘുബീർ സിംഗ്, എന്തോ ചിന്തിച്ചുറപ്പിച്ചതുപോലെ മാർട്ടിൻ പെരേര വിളിച്ചു. അയാൾ തലയിളക്കി. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. പറയൂ. നിങ്ങൾക്ക് 24 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ ശത്രുവിനെ പിടിക്കുവാൻ സാധിക്കാത്ത പക്ഷം ഞങ്ങൾ ഈ ദ്വീപിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ പറഞ്ഞാൽ? പറഞ്ഞത് തന്നെ, ഇനി മാറ്റമില്ല.
അലക്സാണ്ടർ മൈമോണും അനുകൂലിച്ചു. അവർ പറയുന്നതും കാര്യമില്ലേ രഘുബീർ? ഡോക്ടർ സുഖ്ദേവ് സിംഗ് പറഞ്ഞു. ഞങ്ങളുടെ ജീവന് യാതൊരു സുരക്ഷിതത്വവും ഉറപ്പാക്കുവാൻ ആർക്കും കഴിയാത്ത നിലയ്ക്ക് ഇവിടെ നിന്ന് മടങ്ങി പോകുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന മാർഗം. ഓക്കെ. രഘുബീർ സിംഗ് എണീറ്റു. എന്താണ് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചതെന്ന് അവർക്ക് പിടികിട്ടിയില്ല. അന്ന് വൈകിട്ട് ഡോക്ടർ റാം റൊണാൾഡ് തന്റെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ തക്കം നോക്കി നിക്കോളാസ് അതിനുള്ളിൽ കടന്നുകൂടി. വാതിൽ അകത്തു നിന്ന് ലോക്ക് ചെയ്തു. റാം റൊണാൾഡിന്റെ പെട്ടിയിൽ എന്തൊക്കെയോ തിരയാൻ തുടങ്ങി. അവസാനം അയാൾ അത് കണ്ടെത്തി. 2 വെളുത്ത കയ്യുറകൾ. നിക്കോളസിന്റെ കണ്ണുകൾ തിളങ്ങി. ഇതിൽ വലിയ തെളിവ് ഇനി എന്താണ്? അയാൾ രഘുബീർ സിംഗിന്റെ അരികിൽ ഓടിയെത്തി വിവരം പറഞ്ഞു. ധൃതി പിടിക്കാതെ നിക്കോളാസ്, നിങ്ങൾ എനിക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ എല്ലാം നടക്കും. രഘുബീർ സിംഗ് മാർട്ടിൻ പെരേരയെ രഹസ്യമായി കണ്ടു. അവർ തമ്മിൽ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തു. അറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയെ മരണത്തിന്റെ മുന്നിലേക്ക് തള്ളിവിടണോ രഘുബീർ? വേണം, അയാൾ പറഞ്ഞു. ഗ്ലാഡിസിന് യാതൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പു തരാം. പക്ഷേ അവസാന നിമിഷം വരെ നമ്മൾ ഇരുവരും ഗ്ലാഡിസും അല്ലാതെ മറ്റാരും ഈ രഹസ്യം അറിയാൻ പാടില്ല. ഓക്കെ, പക്ഷെ അവൾ സമ്മതിക്കുമോ എന്നാണ് എന്റെ സംശയം. സമ്മതിക്കണം, അല്ലെങ്കിൽ നിർബന്ധിച്ച് സമ്മതിപ്പിക്കണം. എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. സമ്മതിപ്പിക്കാം എന്ന ഉറപ്പിന്മേൽ പ്രൊഫസർ മാർട്ടിൻ പെരേര എണീറ്റു. അവസാന അംഗത്തിനുള്ള നേരമായിരിക്കുന്നു. ഇനിയുള്ള ഓരോ ചുവടുവെപ്പും കരുതലോടെ ആയിരിക്കണം. ഒരൽപ്പം പാളിച്ച സംഭവിച്ചാൽ ഗ്ലാഡിസിന്റെ ജീവന് താൻ ഉത്തരം പറയേണ്ടി വരും. നേരം സന്ധ്യ കഴിഞ്ഞപ്പോൾ മറ്റാരും അറിയാതെ കമാൻഡർ രഘുബീർ സിംഗ് പുറത്തേക്ക് പോയി. അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് 1 മണിക്കൂറിനുള്ളിൽ തിരികെ വരികയും ചെയ്തു. റാം റൊണാൾഡ് ഒരു കുപ്പി വിസ്കിയുമായി പുറത്തു വന്നിരുന്നു. അതിൽ അല്പാൽപ്പം വായിലേക്ക് ഒഴിച്ചുകൊണ്ട് വറുത്ത കപ്പലണ്ടി കുറിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ സുഖ്ദേവ് സിംഗും പുറത്തിരിപ്പുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആരോഗ്യവാനാണ്. രഘുബീർ സിംഗും പുറത്തിരുന്ന് സിഗരറ്റ് പുകച്ചു. ഈ രാത്രി കൊണ്ട് എല്ലാം അവസാനിക്കണം. താൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ശത്രു വലയിൽ വീഴും. അതിന്റെ മുന്നോടിയായി ക്യാമ്പിനുള്ളിൽ നിന്നും മാർട്ടിൻ പെരേരയുടെയും ഗ്ലാഡിസിന്റെയും ഉച്ചത്തിലുള്ള സംസാരമുയർന്നു. എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇനി ഒരു നിമിഷം പോലും നിങ്ങളുടെ ഭാര്യയായി ഇരിക്കാനോ നിങ്ങളോടൊത്ത് സഹകരിച്ചു പോകാനോ എനിക്ക് കഴിയില്ല. ഗ്ലാഡിസിന്റെ ശബ്ദം കേട്ടപ്പോൾ പുറത്തിരുന്നവരെല്ലാം അമ്പരന്ന് പോയി. ഇതെന്ത്, ഒരു 3-ാം കിട കുടുംബ കലഹമോ? അപ്പോൾ മാർട്ടിൻ പെരേരയുടെ ശബ്ദവും കേട്ടു. അങ്ങനെ നീ എന്നെ ഭയപ്പെടുത്തി കളയുകയൊന്നും വേണ്ട. എന്താണ് കാണിക്കാവുന്നതെന്ന് വെച്ചാ നീ അത് തന്നെ കാണിക്കടി. എന്തു പറ്റി മാർട്ടിൻ? നിക്കോളാസ് അവിടേക്ക് ചെന്നു. കാര്യം എന്തായാലും നമുക്ക് പരിഹാരം കാണാം. പ്രത്യേകിച്ച് ഇനിയിപ്പോ ഒന്നും കാണാനില്ല. കാര്യം എന്താണെങ്കിലും പറയൂ. മറ്റൊന്നുമല്ല, ഞാനാണ് ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങൾക്കും പിന്നിലെന്ന് ഇവള് പറയുന്നു. എന്നെ അവിശ്വസിക്കുന്ന ഒരു ഭാര്യയുടെ കൂടെയുള്ള ജീവിതം ഞാനും ആഗ്രഹിക്കുന്നില്ല. എന്താ മരിയ ഇതൊക്കെ? മാർട്ടിനെ നീ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. അല്ല, തെളിവുണ്ട്. എന്ത് തെളിവ്? ഇതാ. അവൾ 2 വെളുത്ത ഗ്ലൗസുകൾ എടുത്തു കാണിച്ചു. അവയിൽ ചോരപ്പാടുകൾ. നിക്കോളാസ് അമ്പരന്ന് പോയി. ഇത് ഇത് ഇദ്ദേഹമാണ് കൊലയാളി എന്നതിൽ ഇതിൽ കൂടുതൽ തെളിവുകൾ വേണോ? പലപ്പോഴും രാത്രികാലങ്ങളിൽ ഞാൻ ഉണർന്നു നോക്കുമ്പോ ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. ഒന്ന് ഞാൻ പുറത്തു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഗ്ലാഡിസ് എണീറ്റു. എനിക്ക് തിരിച്ചു പോകണം. അതിപ്പോ എനിക്ക് മറ്റൊന്നും അറിയണ്ട. അവൾ പുറത്തേക്ക് പാഞ്ഞു വന്നു. ഡോക്ടർ സുഖ്ദേവ് സിംഗിന്റെ മുന്നിൽ നിന്നു. ശക്തിയിൽ കിതച്ചു. അപ്പുറത്തിരുന്ന റാം റൊണാൾഡിന്റെ കണ്ണുകൾ ക്രമാതീതമായി ഉയർന്ന മാറിടങ്ങളിൽ തറഞ്ഞു. ഡോക്ടർ, അങ്ങാണല്ലോ ഈ സംഘത്തിന്റെ തലവൻ. എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. പറയൂ, സുഖ്ദേവ് സിംഗ് ശാന്തസ്വരത്തിൽ അറിയിച്ചു. ഇനി എനിക്ക് ഈ സംഘത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ തിരികെ വിടുവാൻ വേണ്ടത് ചെയ്യണം. ഇഷ്ടമില്ലാത്ത ഒരാളിനെ ഇവിടെ പിടിച്ചു നിർത്തുവാൻ ആർക്കും അധികാരമൊന്നുമില്ലല്ലോ. ഉണ്ട്. നേരത്തെ ഒബ്ജക്ഷൻ പറയാത്തത് കാരണം ഇനി ഈ ദൗത്യം പൂർത്തിയാകാതെ പോകാനാവില്ല. ഒരു കൊലയാളിയോടൊപ്പം താമസിക്കുവാൻ എനിക്ക് കഴിയില്ല. ഒക്കെ ഗ്ലാഡിസിന്റെ തോന്നലുകളാണ്. അല്ല, എനിക്ക് ഉറപ്പുണ്ട്. എന്നെ തിരിച്ചുവിടാൻ കഴിയുമോ ഇല്ലയോ എന്ന് മാത്രം ഡോക്ടർ പറഞ്ഞാൽ മതി. ഓക്കെ, തൽക്കാലം കഴിയില്ല. ഷുവർ? യാ. അവൾ വെട്ടിത്തിരിഞ്ഞു. എങ്കിൽ എനിക്കിനി ഈ ക്യാമ്പിൽ നിൽക്കാൻ മനസ്സില്ല. അവൾ ഇരുട്ടിലേക്ക് നടന്നു. ഗ്ലാഡിസ്, അരുത്! അപകടം വിലയ്ക്ക് വാങ്ങരുത്! സുഖ്ദേവ് സിംഗ് വിളിച്ചു പറഞ്ഞു. അവൾ പ്രതികരിച്ചില്ല. മാർട്ടിൻ പെരേര ഇറങ്ങി വന്നു. പ്രൊഫസർ,
അവൾ അപകടത്തിലേക്കാണ് പോയിരിക്കുന്നത്. എവിടേക്ക് വേണമെങ്കിലും പോകട്ടെ. കമാൻഡർ രഘുബീർ സിംഗ് ചുറ്റുപാടും ടോർച്ച് തെളിച്ചു നോക്കി. അന്ന് അന്തരീക്ഷത്തിലെ മഞ്ഞിന് കട്ടി കുറവായിരുന്നു. കുറെ അകലെ ഒരു വൃക്ഷച്ചോട്ടിൽ കുത്തിയിരിക്കുന്ന ഗ്ലാഡിസിനെ കണ്ടു. രഘുബീർ സിംഗും അവളോട് സംസാരിച്ചിട്ട് നിരാശനായി തിരികെ വന്നു. അത്താഴം കഴിക്കാൻ വിളിച്ചിട്ടും അവൾ വന്നില്ല. അത്താഴശേഷം രഘുബീർ സിംഗിന്റെ മുറിയിലെത്തി ഡോക്ടർ സുഖ്ദേവ് സിംഗ്. ഞാൻ ഡോക്ടറെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. എന്താ വിശേഷിച്ച്? മാർട്ടിൻ പെരേരയുടെ മുറിയിൽ നിന്നും ഗ്ലാഡിസ് കണ്ടെത്തിയ ആ കയറ് തന്നെ കാര്യം. അതും അയാളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അപ്പോൾ റാം റൊണാൾഡ്? അയാളും മാർട്ടിനും കൂടി അറിഞ്ഞുകൊണ്ടായിക്കൂടെ ഇതൊക്കെ? അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പെട്ടെന്ന് വാതിൽക്കൽ വഴി ആരോ വേഗത്തിൽ പോയതുപോലെ തോന്നി. അതാരാണ്? സുഖ്ദേവ് സിംഗ് വാതിൽക്കൽ വന്ന് നോക്കി. ആരുമില്ല. എന്നാൽ തോന്നിയതായിരിക്കും. ഗ്ലാഡിസ് അവിടെ തന്നെ ഇരുന്നാ മതിയോ? അല്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ് നൈറ്റ്. സുഖ്ദേവ് സിംഗ് എണീറ്റു. ക്യാബിലെ മുറിയുടെ വാതിലുകൾ അടഞ്ഞു. എല്ലാവരും ഉറക്കമായി. സുഖ്ദേവ് സിംഗ് മെല്ലെ പുറത്തു വന്ന് തകരപ്പാളികൾക്കിടയിലൂടെ റാം റൊണാൾഡിന്റെ മുറിയിലേക്ക് നോക്കി. അയാൾ മൂടി പുതച്ചു കിടന്ന ഉറക്കമാണ്. സുഖ്ദേവ് സിംഗ് തന്റെ മുറിയിലേക്ക് തന്നെ കയറി. വൃക്ഷച്ചുവട്ടിൽ ഇരുന്ന ഗ്ലാഡിസ് തണുത്തു വിറക്കുകയായിരുന്നു. കമാൻഡർ രഘുബീർ സിംഗിന്റെയും തന്റെ ഭർത്താവിന്റെയും അഭിപ്രായത്തെ മാനിച്ച് ഇങ്ങനെയൊരു നാടകം കളിക്കേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ അവൾക്ക് തോന്നി. എന്താണ് രഘുബീർ സിംഗിന്റെ ഉദ്ദേശമെന്ന് ഇപ്പോഴും അറിഞ്ഞുകൂടാ. വെളുത്ത ഗ്ലൗസുകളിൽ ചുവന്ന ചായം പിടിപ്പിച്ചു തന്നതും അദ്ദേഹം തന്നെയാണ്. അസഹ്യമായ തണുപ്പ്. ഉറക്കം കൺപോളുകളെ തഴുകുന്നു. അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു വന്നു. എപ്പോഴോ തന്റെ ശരീരത്തിൽ ആരോ സ്പർശിച്ചതുപോലെ തോന്നിയ അവൾ ഞെട്ടിയുണർന്നു. ഉടനെ വായ്ക്ക് മുകളിൽ വെളുത്ത ഗ്ലൗസ് അണിഞ്ഞ ഒരു കൈമൂടി. പിൻകഴുത്തിൽ ലോഹസ്പർശനം. കാതിൽ മരണത്തിന്റെ മുന്നറിയിപ്പ്. ആം റാം റൊണാൾഡ്, മിണ്ടിപ്പോകരുത് നീ. അങ്ങനെ ചെയ്താ നാളെ മറ്റു യുവതികളുടെ അതേ അനുഭവമായിരിക്കും നിനക്കും. അവൾ വിറച്ചുപോയി. എണീക്ക്. അനുസരിച്ചു. നടക്ക്. അയാൾ അവളെയും കൊണ്ട് ഏതാനും ചുവട് മുന്നോട്ട് വെച്ച് കാണും. ഉടൻ അമ്പരപ്പിക്കുന്ന മറ്റൊന്നുണ്ടായി. അവർക്ക് ചുറ്റും അനേകം ലൈറ്റുകൾ തെളിഞ്ഞു. അയാൾ അമ്പരന്നു പോയി. ഇപ്പോൾ ഗ്ലാഡിസ് ആ മുഖം കണ്ടു. ഭീമത്സത തോന്നിക്കുന്ന ആ മുഖം മൂടി അണിഞ്ഞിരുന്നു അയാൾ. പെട്ടെന്ന് അയാൾ അലറി, മര്യാദയ്ക്ക് ലൈറ്റുകൾ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഇവളെ ഞാൻ വെടിവെച്ച് കൊല്ലും. അവർക്ക് ചുറ്റും ഒരു ഡസനിലധികം തോക്കിന്റെ ബാരലുകൾ പ്രത്യക്ഷപ്പെട്ടു. കമാൻഡർ രഘുബീർ സിംഗ് മുന്നോട്ട് വന്നു. മര്യാദയ്ക്ക് കീഴടങ്ങുക. പട്ടി, എനിക്ക് മനസ്സിലടാ. രഘുബീർ സിംഗ് മുന്നോട്ട് തന്നെ നീങ്ങി. അവിടെ നിൽക്കാൻ, അല്ലെങ്കിൽ ഇവളെ കൊന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്കിടും. രഘുബീർ സിംഗ് നിന്നു. അതേ സെക്കൻഡിൽ മരത്തിനു മുകളിൽ നിന്നും ഒരു വെടി പൊട്ടി. അതാരും പ്രതീക്ഷിച്ചിരുന്നില്ല, രഘുബീർ സിംഗ് പോലും. അയാളുടെ കയ്യിലിരുന്ന റിവോൾവറും വിരലുകളും ചിതറിപ്പോയി. ബാസ്റ്റേർഡ്! അലറിക്കൊണ്ട് അയാൾ മരത്തിനു മുകളിലേക്ക് തിരഞ്ഞു. അവിടെ തന്റെ ശിരസിന് നേരെ റിവോൾവർ ചൂണ്ടിക്കൊണ്ട് ഒരാൾ. രഘുബീർ സിംഗ് വിശ്വാസം വരാതെ നോക്കി നിന്നു. ആരാണ് അയാൾ? അയാളും ഒരു മുഖംമൂടി ധരിച്ചിരിക്കുന്നു, വെളുത്ത കയ്യുറകളും. അടുത്ത വെടിയുണ്ട നിന്റെ ശിരസിലേക്കാണ്. ഗ്ലാഡിസിനെ വിടൂ. എന്തു ചെയ്യണമെന്നറിയാതെ താഴെ നിന്നിരുന്ന മുഖംമൂടി പകച്ചു. കാലിലെ വേദന മറന്ന് രഘുബീർ സിംഗ് മുന്നോട്ട് കുതിച്ചു ചാടി. താടിയലിൽ ഉരുക്കുമുഷ്ടി കൊണ്ടുള്ള ഇടിയേറ്റ് അയാൾ പിന്നോട്ട് വേച്ചുപോയി. തുടരെ ഇടികൾ വീണു. അയാൾ നിലം പൊത്തി. ഗ്ലാഡിസ് ഓടി മാറി. മുഖംമൂടി വലിച്ചു മാറ്റാതെ തന്നെ രഘുബീർ സിംഗ് അയാളെ അവിടെ നിന്നും പിടിച്ചുയർത്തി വീണ്ടും മടിച്ചു. അയാൾ നിലവിളിച്ചു പോയി. ഈ മുഖംമൂടിയുടെ മറവിൽ നീ കുറെ കളിച്ചതല്ലേ? രഘുബീർ സിംഗ് രോഷം തീർക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ കീശയിൽ നിന്നും എന്തോ എടുത്ത് വായിലിടാൻ ഭാവിച്ചു. പക്ഷെ കമാൻഡർ അത് അടിച്ചു തെറിപ്പിച്ചു. അയാളുടെ കൈകൾ പിന്നിലേക്ക് തിരിച്ച് ബന്ധിച്ചു. ഇനി ഇവന്റെ മുഖംമൂടി വലിച്ചു മാറ്റണം. അലക്സാണ്ടർ മൈമൂൺ മുന്നോട്ട് വന്നു. ഓക്കെ. രഘുബീർ സിംഗ് അത് വലിച്ചു മാറ്റി. മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. രഘുബീർ സിംഗ് ഒഴികെയുള്ളവർ അമ്പരന്നു പോയി. അയാൾ, അവർ ആരും പ്രതീക്ഷിക്കാത്ത ആൾ, ഡോക്ടർ സുഖ്ദേവ് സിംഗ്. അവരുടെ ചുണ്ടുകൾ പെറുപെറുത്തു. ഒരു നിമിഷം ശ്വാസഗതി നിലച്ചതുപോലെ തോന്നി അവർക്ക്. നോയിന്റെ മോനെ! അലക്സാണ്ടർ മൈമൂൺ മുന്നോട്ട് കുതിച്ച ഒറ്റയടി. സുഖ്ദേവ് സിംഗ് മഞ്ഞുപാളികൾക്ക് മുകളിൽ മലർന്നു വീണു. ആ തക്കത്തിന് നിക്കോളാസും കൊടുത്തു ഒരു ചവിട്ട്. അരുത്, ഇനി അയാളെ ദ്രോഹിക്കരുത്. രഘുബീർ സിംഗ് അവരെ പിടിച്ചു മാറ്റി. റാം റൊണാൾഡിനെ തങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചുവെന്നും കുറ്റപ്പെടുത്തിയെന്നും ഓർത്തപ്പോൾ അവർക്ക് വല്ലായ്മ തോന്നി. അയാൾ എവിടെ?
അവർ ചുറ്റും നോക്കി. പെട്ടെന്ന് മരത്തിന് മുകളിലിരുന്ന മനുഷ്യൻ താഴേക്ക് ചാടി അവരുടെ മുന്നിൽ രണ്ടു കാലിൽ ഉറച്ചു നിന്നു. അയാളുടെ തോളിലൂടെ ഒരു യന്ത്രത്തോക്ക് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. കയ്യിൽ റിവോൾവർ ഇരിക്കുന്നു. ആ മനുഷ്യൻ തന്റെ മുഖംമൂടി എടുത്തു മാറ്റി. ഡോക്ടർ റാം റൊണാൾഡ്. എന്താ? എന്നെ ആർക്കും അറസ്റ്റ് ചെയ്യണ്ടേ? അയാൾ എല്ലാവരെയും നോക്കി. സോറി സോറി റാം, റിയലി സോറി. നിക്കോളാസ് അയാളുടെ കരം കവർന്നു. രഘുബീർ സിംഗ് എല്ലാവരെയും നോക്കി. ആദ്യമൊക്കെ ഞാനും വിചാരിച്ചത് റാം റൊണാൾഡ് തന്നെയാണ് ശത്രുവെന്നാണ്. മനഃപൂർവ്വം അങ്ങനെ തോന്നിപ്പിക്കാനാണ് സുഖ്ദേവ് വെളുത്ത കയറുകൾ ധരിച്ചത്. അത് മാത്രമല്ല, നേരത്തെ മുതലേ റൊണാൾഡിന് സുഖ്ദേവിനെ സംശയമുണ്ടായിരുന്നതിനാൽ രാത്രി കാലങ്ങളിൽ അയാളുടെ പിറകെ റാമു പോകുമായിരുന്നു. പക്ഷെ തന്ത്രപൂർവ്വം റാമിനെ വെട്ടിച്ച് അയാൾ കടന്നുകളയും. അയാളെ ആക്രമിക്കുവാൻ സുഖ്ദേവിന് ഭീതിയും ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യമായി ഇയാളെ സംശയം തോന്നിയത് കപ്പലിലുള്ളവരുമായി സംസാരിച്ചപ്പോഴാണ്. ഇയാൾ ഒരു രാത്രി അവിടെ തങ്ങിയെന്നാണല്ലോ ക്യാമ്പിൽ ഉണ്ടായിരുന്നവർ കരുതിയത്. പക്ഷെ അവിടെ തിരക്കിയപ്പോൾ അയാൾ അവിടെ തങ്ങിയില്ലെന്നറിഞ്ഞു. അന്ന് തന്നെയായിരുന്നു ഹേമാംബികയെ കാണാതായതും ഒരു കമാൻഡോ വധിക്കപ്പെട്ടതും. ഇടയ്ക്ക് ക്യാമ്പിലുള്ളവർ വയർലെസ് വഴി ബന്ധപ്പെട്ടപ്പോൾ താൻ കപ്പലിൽ ഉണ്ടെന്ന ഭാവത്തിൽ തന്റെ കൈവശമിരുന്ന വയർലെസ് വഴി അയാൾ സംസാരിച്ചുവെന്നേ ഉള്ളൂ. ഒരു സിഗരറ്റ് കത്തിച്ചിട്ട് രഘുബീർ സിംഗ് തുടർന്നു. മിക്കവാറും രാത്രി കാലങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഇയാൾ പുറത്തു പോകുമായിരുന്നു, അല്ലെങ്കിൽ റാം റൊണാൾഡിന്റെ പിന്നാലെ എന്ന ഭാവത്തിൽ. പക്ഷേ റാം റൊണാൾഡ് പുറത്തു പോയിരുന്നത് ആ ഹിമക്കരടിയെ തേടിയാണ്. മുറിവേറ്റ് അത് എപ്പോൾ വേണമെങ്കിലും തിരികെ എത്തുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരങ്ങളിൽ സുഖ്ദേവ് പോകുന്നത് കാണുകയും അയാളെ പിന്തുടരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സംശയകരമായ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയോ റാം റൊണാൾഡിനെയാണ് കണ്ടിട്ടുള്ളത്. അതോടെ അയാൾ എല്ലാവരുടെയും സംശയത്തിന് പാത്രമാകുകയും സുഖ്ദേവ് സിംഗ് രക്ഷപ്പെടുകയുമായിരുന്നു. ശരിക്കും സുഖ്ദേവ് ആരാണ്? മാർട്ടിൻ പെരേരയാണ് ചോദിച്ചത്. അമേരിക്കൻ ചാരസംഘടനയായ CIA ചാരൻ. കഴിഞ്ഞ 5 വർഷങ്ങളായി അയാൾ അവരുടെ പ്രവർത്തകനായിട്ട്. അതിനുവേണ്ട രേഖകളൊക്കെ കഴിഞ്ഞ ദിവസം റാം അയാളുടെ പെട്ടിയിൽ നിന്ന് കൈക്കലാക്കി. ഇവിടെ അയാൾ ഇത്രയൊക്കെ കാട്ടിയത്? നിക്കോളാസിന്റെ സംശയം. ഇന്ത്യ ഇവിടെ മിസൈൽ കേന്ദ്രവും ലബോറട്ടറിയും സ്ഥാപിക്കുന്ന കാര്യം ഇയാൾ അമേരിക്കയെ അറിയിച്ചു. അപ്പോഴാണ് അവർക്കും ഇത്തരം ഒരു ആശയം ഉണ്ടായത്. എങ്ങനെയും ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ ഇവിടെ നിന്ന് തിരിച്ചയക്കുകയോ വകവരുത്തുകയോ വേണമെന്ന് അവർ സുഖ്ദേവിനോട് നിർദ്ദേശിച്ചു. തന്ത്രപൂർവം അതിനായി പ്രവർത്തിക്കുകയായിരുന്നു ഇയാൾ. പിന്നെ സ്ത്രീകളിൽ വളരെയധികം തൽപരനായിരുന്നു ഇയാൾ. നീനാദാസുമായി ഒരിക്കൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇയാൾ ബലഹീനനാണെന്ന് പറഞ്ഞ് അവൾ പുച്ഛിച്ചു. അതൊരു വാശിയായി മനസ്സിൽ വളർന്നു. മറ്റു സ്ത്രീകൾ ആരും ഇയാളോട് അടുത്തുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രതികാരം പോലെ എല്ലാം ചെയ്തു. ഇയാളെ സംശയിക്കാതിരിക്കാൻ സ്വയം കഥകൾ ചമച്ചു. തട്ടിക്കൊണ്ടുപോയെന്നും ഒക്കെ പറഞ്ഞത് ശുദ്ധ കളവ്. ഡോക്ടർ സുഖ്ദേവ് സിംഗ് തല കുനിച്ചു നിന്നു. രഘുബീർ സിംഗ് തുടർന്നു. നാട്ടുകാർ കാട്ടിൽ നിന്ന് വരുന്ന പുലിയെ പിടിക്കാൻ കാണിക്കാറുള്ള ഒരടവാണ് ഞാൻ ഇവിടെ പ്രയോഗിച്ചത്. അവർ വെടിക്കാരനെ മരത്തിന്റെ മുകളിൽ എത്തിയിട്ട് ചുവട്ടിൽ ഒരാടിനെ കിട്ടും. മുകളിലുള്ള അപകടം അറിയാതെ എത്തുന്ന പുലിക്ക് വെടിയേൽക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ റാം റൊണാൾഡ് മരത്തിന് മുകളിൽ വന്നത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ബാക്കിയൊക്കെ മാർട്ടിനും ഞാനും ഗ്ലാഡിസും കൂടി നടത്തിയ നാടകമായിരുന്നു. അവൻ ഇവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനാണ് ചുറ്റും ലൈറ്റുകളും ഇട്ടത്. നിങ്ങളുടെ നീക്കം എനിക്ക് പിടികിട്ടി. ഇവിടെ വന്നാ ഇനി അവൻ രക്ഷപ്പെടരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നതിനാലാണ് ഞാൻ ആരും അറിയാതെ ഇതിനു മുകളിൽ കയറിയത്. റാം റൊണാൾഡ് ചിരിച്ചു. അത് ഏതായാലും നന്നായി. ഞാൻ ശരിക്ക് ഭയന്നു പോയിരുന്നു. ഗ്ലാഡിസ് ദീർഘമായി നിശ്വസിച്ചു. പൊടുന്നനെ അവർക്ക് പിന്നിൽ ചില മുരൾച്ചകൾ കേട്ടു. ഏവരും ഞെട്ടിത്തിരിഞ്ഞു. അല്ലാത്തൊരു നടുക്കം. ഹോ! നിക്കോളാസിന്റെ കണ്ടത്തിൽ നിന്നും അറിയാതെ ശബ്ദം പുറത്തു വന്നു. 4 ഹിമക്കരടികൾ. ഇത്തവണ അവ സംഘം ചേർന്ന് ആക്രമിക്കുവാൻ എത്തിയിരിക്കുകയാണ്. റാം റൊണാൾഡ് പെട്ടെന്ന് യന്ത്രത്തോക്കെടുത്തു. മറ്റുള്ളവരെ വകഞ്ഞു മാറ്റി മുന്നിലെത്തി. എല്ലാവരുടെയും ശ്രദ്ധ അവയിലേക്കായി. കരടികൾ വല്ലാത്ത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കുതിച്ചു ചാടുവാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് റാം റൊണാൾഡിന്റെ കൈവിരൽ ട്രിഗറിൽ തുടരെ അമർന്നു. മിന്നലുകളും വെടിമുഴക്കങ്ങളും കരടികളുടെ അലർച്ചയും. നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം കഴിഞ്ഞു. ചോരയിൽ കുളിച്ച അവ തറയിൽ കിടന്ന് പിടഞ്ഞു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. അയാൾ രക്ഷപ്പെടുന്നു! ആരോ വിളിച്ചു പറഞ്ഞു. ഏവരും തിരിഞ്ഞു നോക്കുമ്പോൾ ഡോക്ടർ സുഖ്ദേവ് സിംഗ് ഓടുന്നതാണ് കണ്ടത്. കൈകൾ പിന്നിലേക്ക് കെട്ടിയിരുന്നതിനാൽ ഓട്ടത്തിന് വേഗത കിട്ടുന്നില്ല. സുഖ്ദേവ്!
റിവോൾവർ കയ്യിലെടുത്തുകൊണ്ട് കമാൻഡർ രഘുബീർ സിംഗ് അലറി, സ്റ്റോപ്പ്! പക്ഷേ അയാൾ അത് ചെവിക്കൊണ്ടില്ല. രഘുബീർ സിംഗ് റിവോൾവർ ചൂണ്ടി. അല്ലെങ്കിലും നിന്നെ ഞാൻ ജീവനോടെ ഭാരതത്തിലേക്ക് കൊണ്ടുപോകുകയില്ലായിരുന്നടാ. ഒഴുക്കുത്തേറ്റ നിയമത്തിൽ നിന്നും നീ രക്ഷപ്പെടുമെന്ന് എനിക്കറിയാം. റിവോൾവർ ശബ്ദിച്ചു. മുന്നിൽ ഒരു അദൃശ്യ ഭിത്തിയിൽ ചെന്ന് മുട്ടിയതുപോലെ ഡോക്ടർ സുഖ്ദേവ് സിംഗ് നിന്നു. രഘുബീർ സിംഗ് റിവോൾവർ മാറ്റി സീറ്റ റേസ് പ്രവഹിക്കുന്ന തോക്കെടുത്തു. നിന്റെ ശവശരീരം പോലും അപകടമാണ്. അയാൾ ബട്ടൺ അമർത്തി. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയായിരുന്നു സുഖ്ദേവ് സിംഗ്. ഒരു നിമിഷം നേർരേഖ പോലെ ചുവന്ന വെളിച്ചം അദ്ദേഹത്തിൽ പതിഞ്ഞു. കണ്ണ് ചിമ്മി തുറന്ന് മറ്റുള്ളവർ നോക്കിയപ്പോൾ സുഖ്ദേവ് സിംഗിനെ കണ്ടില്ല. അയാളുടെ ശരീരം ഇരിഞ്ഞ ചാരം മഞ്ഞിൽ പറ്റിപ്പിടിച്ചു. അയാൾക്ക് അർഹമായ ശിക്ഷ തന്നെ. ഡോക്ടർ റാം റൊണാൾഡ് പിറുപിറുത്തു. കമോൺ! രഘുബീർ സിംഗ് മറ്റുള്ളവരുമായി തിരിച്ചു നടന്നു. ചെറിയ വിമാനം ക്രൂസോ ദ്വീപിനെ ചുറ്റി പറന്നു. അത് സിഗ്നൽ കിട്ടിയതനുസരിച്ച് ക്യാമ്പിന് മുകളിൽ നിശ്ചലമായി. അതിൽ നിന്നും കയർ ഗോവണി താഴേക്ക് വന്നു. താഴെ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുകയായിരുന്നു കമാൻഡർ രഘുബീർ സിംഗ്. അയാൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. ഇനി നിങ്ങൾക്ക് യാതൊരു ശങ്കയും കൂടാതെ ജോലി ചെയ്യാം. ഇപ്പോൾ നഷ്ടമായവർക്ക് പകരം കേന്ദ്രത്തിൽ നിന്നും ഉടനെ സയന്റിസ്റ്റുകൾ എത്തും. അതുവരെ ഇവിടുത്തെ മേൽനോട്ടം റാം റൊണാൾഡിനായിരിക്കും. അയാൾ കയർ ഗോവണിയിലൂടെ മുകളിലേക്ക് കയറി. മറ്റുള്ളവർ നോക്കി നിന്നു. അയാൾ വിമാനത്തിനുള്ളിൽ കയറി. കൈ ഉയർത്തി വീശി. താഴെ നിന്നവരും. വിമാനം ദ്വീപിനെ ഒന്നുകൂടി വട്ടം ചുറ്റി പടിഞ്ഞാറോട്ട് പറന്നു. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നോവലുമായി നാളെ കാണാം. നന്ദി.